ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 10-30 ചെറിയുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് മുരിങ്ങക്കായ, ഒരു മീഡിയം സൈസ് വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഒരു 10-15 കറിഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ചിലര് ഉള്ളി മാത്രം ഉപയോഗിച്ചുകൊണ്ട് തീയൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പാവയ്ക്ക ഇവയൊക്കെ ഉപയോഗിച്ച് തീയൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് ഇത്രയും ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കറിഗ്രാമ്പു എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ കറിഗ്രാമ്പു എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം ഈ സൈഡിലുള്ള ഈ ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇതങ്ങ് നെടുകെ കീറുക. അതിനുശേഷം വീണ്ടും ഒന്ന് അതിനെ ചെറുതാക്കുക. ഈ സ്കിൻ വേണ്ട അല്ലേ? ഈ പോർഷനിലുള്ള ഇതിൻ്റെ ഈ സ്കിന്ന് നമുക്കതിന് ആവശ്യമില്ല. അതിനകത്തുള്ള ആ വൈറ്റ് പോർഷൻ മാത്രമാണ് ആവശ്യമുള്ളത്. ഇതിന് എന്ത് ചെയ്യണം? ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത്. ഓക്കെ, ഇത് ഇനി രണ്ടായിട്ട് കട്ട് ചെയ്തങ്ങിടുക. ആ സ്കിൻ മാത്രം റിമൂവ് ചെയ്ത് കളയുക. തീയലിന് കറിഗ്രാമ്പ് ചേർക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് കറിഗ്രാമ്പ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറിഗ്രാമ്പ് മാത്രം ഇട്ട് മെഴുക്കുരട്ടി വെക്കാം. പക്ഷെ അത്രയ്ക്ക് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമുക്കിത് തീയലിന് ആഡ് ചെയ്യാം. തന്നെ ഉണ്ടായ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിൽ അമ്മയുടെ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കറിഗ്രാമ്പു ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കറിഗ്രാമ്പൂ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ കറിഗ്രാമ്പൂ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മല്ലി, ഒരു 10-15 വറ്റൽമുളക്, പിന്നെ വറ്റൽമുളകിന്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വറ്റൽമുളകിന്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. അതുപോലെ ഞാൻ ഇവിടെ മുഴുവൻ മല്ലിയും വറ്റൽമുളകുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലിയും വറ്റൽമുളകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ വറുത്ത ശേഷം ഏറ്റവും അവസാനം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതങ്ങ് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. സോ ഇത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളിയും വഴുതനങ്ങയും കറിഗ്രാമ്പും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ തേങ്ങ വറുത്ത അതേ പാത്രം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വഴുതനങ്ങ, മുരിങ്ങക്കായ, പച്ചമുളക്, കറിഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളമാണ്. പിന്നെ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരി കൂടി ഇട്ട് കൊടുക്കാം. ഇത് കറി കുറച്ചുകൂടെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മതിയാകും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതെന്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.